എന്താ ടാനി പരിപാടി? അയ്യ ഇനി കുളിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം കുളിച്ചിടന്നേ? ഡാഡ വന്നിട്ട് പറഞ്ഞു കൊടുക്കാട്ടോ. ആ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ടാനി ഉമ്മ പത്തിലുണ്ടാക്കുമായിരുന്നു. പത്തിലുണ്ടാക്കുന്ന അരിമാവൊക്കെ എടുത്ത് കഴിക്കുക പച്ചയ്ക്ക്. അവന് തന്നെയായിരുന്നു പണി. ഉമ്മ പത്തിൽ വരുത്തും, എന്നിട്ട് അവന് അതുകൊണ്ട് കളിക്കും. ഇതാണ് ഇതിപ്പോൾ പത്തിലടുപ്പത്ത് വെച്ചാണ്. ടയറ് ഓട്ടുപത്തിൽ അങ്ങനെയൊക്കെ പറയും. അടിപൊളിയാണ്. അതുണ്ടാക്കാൻ കുറച്ച് പണിയാണ്. ഉമ്മയാണ് ഓട്ടുപത്തിൽ ഉണ്ടാക്കുന്നത്. അരി അരച്ച് പിന്നെ അത് വെള്ളം പോക്കി പിന്നെ അത് ഇലയിൽ പരത്തി പിന്നെ ഇങ്ങനെ കല്ലിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളിയാണ് കഴിക്കാൻ. പക്ഷേ കുറച്ച് പണിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. കുറേ ടൈം വേണം ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടോ, ഇതിങ്ങനെയുള്ള സാധനമാണ്. ഇതാ ചുട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെയായിട്ടുണ്ടാവും. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലിൽ മുക്കി പിന്നെ നെയ്യൊക്കെ പരട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക. അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. ഒരെണ്ണം തിന്നാൽ തന്നെ നമ്മളെ വയറ് നിറയും. എല്ലാവർക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ അമ്മ കുറേ ഉണ്ടാക്കും കേട്ടോ. എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് പത്തിലുണ്ടാക്കിയാൽ പിന്നെ എല്ലാവരും പത്തിലാണ് കഴിക്കുക. അപ്പോൾ അങ്ങനെ കുറേ എണ്ണം ചുടുന്നതാണ്. ഇത് കുറച്ച് പണിയാണ്. അവിടെ വന്നിട്ട് അടുപ്പിൻ്റെ അടുത്ത് നിന്ന് കുറേ നല്ല ചൂടും പോക്കയും പിന്നെ കുറേ നേരം നിൽക്കണം. ഒരു പണിയാണ്. കണ്ടോ, ടയർ ഇങ്ങനെ ഉരുട്ടി 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 അതിങ്ങനെ പൊന്തിങ് വരും. അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിന് ടയർ എന്ന് പറയുന്നത്. ടയർ ഷേപ്പിലായിട്ട് ആകുന്നതുകൊണ്ട് നല്ല രസമാണ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഉണ്ടാക്കുന്നവർക്ക് നല്ല പണിയുമാണ്. പിന്നത്തെ സ്പെഷ്യൽ ഉന്നക്കായ ആയിരുന്നു കേട്ടോ. ഉന്നക്കായ ഞാനാട്ടോ ഉണ്ടാക്കിയത്. പിന്നെ നല്ല ബീഫ് കറി ഉണ്ടായിരുന്നു. ബീഫ് നല്ല മുളകിട്ട് വെച്ചത്. പത്തലിലൂടെ നല്ല രസമാണ് ബീഫ്. പിന്നെ ഉമ്മ ബീഫ് കഴിക്കില്ല, അപ്പം നല്ല മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ചായ സമയമായതുകൊണ്ട് ചായ തിളപ്പിച്ച് വെച്ചു. പിന്നെ നല്ല ചീര ഉപ്പേരി ഉണ്ടായിരുന്നു. അങ്ങനെ ആയതൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചു. അതിൽ ഗ്യാസുകൾ ടൈറ്റായിരുന്നു. പത്തിലിട്ട് വെച്ചത് ആവി കൊണ്ട് തുറക്കാൻ പറ്റിയില്ല. പിന്നെ ഉന്നക്കായി, ഫ്രൂട്ട്സ്, പത്തിൽ, പിന്നെ ബീഫ് കറി, മീൻ കറി, അങ്ങനെ 2 കറി ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നോമ്പ് തുറക്കാൻ. സമയമായപ്പോൾ എല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചതാണ്. കൊടുക്കേ, കെട്ടിപ്പിടിച്ചു കൊടുക്ക്. ഇനി പാപ്പക്ക് കൊടുക്ക്, പാപ്പക്ക് കൊടുക്ക്. ഓ ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്. ഈ നോമ്പില്ലേ? നോമ്പ് കള്ളൻ. എന്താ നോമ്പെടുക്കാത്ത? എവിടെ പോന്നെ ഇപ്പൊ നമ്മളിപ്പോ തിരിച്ചു പോവാണ് ഗൈസ്. കൊച്ചിക്ക് പോവാണ്. കൊച്ചിയിലേക്ക് തിരിച്ചു പോവാണ് ഗൈസ്. വയനാട്ടിലാണ് ഇപ്പൊ ഉള്ളത്. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെങ്ങോട്ടാ പോന്നെ? കൊച്ചി പോന്നു. കൊച്ചി എന്നോട് ഉമ്മാമയൊക്കെ എന്താ പറഞ്ഞേ? ഇപ്പൊ കണ്ട ഉമ്മാമാരാ? അതാണ് ഉമ്മാന്റെ ഉമ്മാമയാണത്. ഉമ്മാന്റെ ഉമ്മയാണത്. വൈപ്പടിയത്ത് ഉമ്മാന്റെ ഉമ്മയാണത്. അവിടെ വണ്ടി പിടിക്കല്ലേ? മമ്മാന്റെ ആ സൈഡിൽ വെച്ചാൽ അവിടെ ഒരു ബോട്ടിലുണ്ട്. മമ്മാന്റെ സൈഡിൽ വെച്ചോ. ഓക്കെ. പാട്ട് അമ്മ വെച്ചിട്ട്. അപ്പൊ ഓക്കെ പറ. കുറച്ച് കഴിഞ്ഞ് കാണാം. ബൈ. എനിക്ക് എത്ര മാലുണ്ട്? എത്ര മാലുണ്ടല്ലേ. ഞാനിപ്പോ എവിടെ എത്തി?
ഇപ്പൊ താമരശ്ശേരി. നമ്മളെത്തി താമരശ്ശേരി. എന്താ സ്ഥലത്തിന്റെ പേര്? PC മുക്ക്. ഇവിടെ എത്തിയ PC മുക്കെത്തി. ഞാൻ വെറുതെ നിർത്തിയതാ അല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഫുഡ് കഴിക്കണം, അങ്ങനെ നിർത്തിയതാണ്. ഞാൻ എന്താ ഫുഡ് കഴിക്കണേ? എന്താ കഴിക്കണേ? ബിരിയാണിയോ? ബിരിയാണി കിട്ടോ? നോമ്പല്ലേ? എനിക്ക് ബിരിയാണി വേണം ഗൈസ്. നോമ്പിന് ആരെങ്കിലും ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെക്കോ? നോമ്പിന് അങ്ങനെ ഹോട്ടലൊന്നും തുറക്കൂല. വൈകുന്നേരമാണ് എന്താ കിട്ടണം. കുറച്ച് പൊറിക്കണ്ട. നോക്കിട്ടാണ് വലിയ ടയർ വെച്ചിട്ടാണ് അപ്പുറത്ത്. ടയർ വെച്ചിട്ടുണ്ട്. തലമുണ്ട്. ബൈ പറ. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ. അയ്യോ ടാരി എല്ലാരും വീഡിയോ വെക്കാം. വേണ്ട. ബൈ. ഇനി അതാ ടാനി നല്ലോണം ഉറങ്ങിപ്പോയിട്ടോ. വായൊക്കെ തുറന്നിട്ടാ ടാനി നന്നായിട്ട് ഉറങ്ങുന്നത്. ഡാഡിയും മോനും ഉറങ്ങുക. അയ്യോ ടാനി എവിടെയാണ് എടുക്കുന്നേ? എന്നിട്ട് ആരും അങ്ങോട്ട് വരട്ടെ? രണ്ടാക്കും കൊടുക്കാൻ സ്ഥലം ഉണ്ടോ അവിടെ? എന്തൊരു നല്ല മോന, അച്ചടക്കുള്ള മോന. പൊതുപ്പുണ്ടോ? അടുക്ക് വരുമോ? തോർത്തൊക്കെ വലിച്ചിടല്ലേ? ഇറച്ചി ബീഫ് ചവിട്ടരുത്. ബീഫ് നിങ്ങൾക്ക് എറണാകുളത്തേക്ക് കൊണ്ടുള്ള ബീഫാ. കാണിച്ചെടുക്കണോ? കാണിച്ചെടുക്കാം. കാണുന്നില്ല ഗൈസ്. ഡാഡ് മമ്മിന് നുള്ളി. ടാനിയും ഡാഡി ഉറങ്ങുന്നു ഷോപ്പിന്റെ മുന്നിലാ. നമ്മളെവിടെ ഉള്ള ഡാഡ? പെരിന്തൽമണ്ണ. നമ്മൾ ഇതുവരെ എറണാകുളം എത്തിയിട്ടില്ല. നോമ്പൊക്കെ തുറന്നു. നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഇങ്ങനെ സൈഡായി കിടക്കല്ലേ ടാനി? ഷോപ്പ് തുറക്കുന്നവരെ. മന്തി കഴിച്ചില്ലേ? ഡാഡും ടാനിയും കഴിച്ച്. മന്തി കഴിച്ചില്ലേ? ഇതുവരെ നമ്മൾ എത്ര മണിക്കാ പോരേന്ന് ഇറങ്ങിയ? ഞങ്ങൾ 10:11 മണിയാകും പോരേന്ന് ഇറങ്ങിയതാ. ഇതുവരെ ഞങ്ങൾ കൊച്ചി എത്തിയിട്ടില്ല, മലപ്പുറം എത്തിയിട്ടേ ഉള്ളൂ. നാളെ ആയിരിക്കും മിക്കവാറും കൊച്ചി എത്തുക ഈ പോക്ക് പോവാണെങ്കിൽ. എന്നിട്ടാനി മണത്ത് നോക്കുന്നു. ടാനി ഡാഡ് ഉറങ്ങി. അയ്യോ പാപം. എടാ ചവിട്ടല്ലേടാ. അയ്യോ അങ്ങനെ ഞങ്ങളൊരു 10 മണി, ഞങ്ങളൊരു 1 മണി 2 മണി 3 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. 1 മണി 1:30 ആയപ്പോൾ ഞങ്ങൾ എറണാകുളത്തെത്തി. എറണാകുളത്തെത്തിയപ്പോഴാണ് തിരക്കൊക്കെ. അതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു. എറണാകുളത്തെത്തിയപ്പോൾ റോഡ് നിറച്ച ആൾക്കാരായിരുന്നു. എല്ലാവരും റോങ് സൈഡാണ് വരുന്നത്. ടാനി കണ്ടോ നല്ല ഉറക്കമാണ്. അവൻ കുറച്ച് നേരം കളിച്ച് പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ വേറെ റൂമിലോട്ട് പോയി. ബാക്കി നാളെ.